ഒരു പെൺകുട്ടിക്ക് ഷോർട്സ് ഇട്ട് വളർത്തി അല്ലെങ്കിൽ നിക്കറിട്ട് വളർത്തി കയറി വന്നുകൊണ്ടാണ് ആ പെൺകുട്ടിക്ക് മറ്റൊരു പെൺകുട്ടിയുടെ ക്രഷ് ഉണ്ടായത്. അപ്പൊ ചാന്ത് പൊട്ടെന്ന് പറഞ്ഞ സിനിമ കണ്ടോ? ദിലീപ് എന്ത് വേഷം ധരിച്ചിരുന്നത്? പറയട്ടെ ഞാൻ പറയാം. നീ കാറ് എൻ്റെ മുഖത്ത് തുപ്പിയാലും സന്തോഷം, എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചാലും സന്തോഷം. അതല്ലേ ഞാൻ പറഞ്ഞു, ഇതിൻ്റെ അടിയിൽ യൂട്യൂബിൽ താഴെ വന്നിരുന്ന് കുറേ എണ്ണം തെറി പറഞ്ഞാലും എനിക്ക് സന്തോഷം. ഈ ശരീരത്തിൻ്റെ സൃഷ്ടാവ് പാരൻസ്, ഇതിനകത്തിരിക്കുന്ന ഊർജത്തിൻ്റെ സൃഷ്ടാവ് പാരൻസ് അല്ല, അത് പുറത്തുനിന്ന് വരുന്ന സാധനം. ശരിയല്ല എന്ന് ചൂണ്ടിക്കാണിച്ചാൽ ചൂണ്ടിക്കാണിക്കുന്നവൻ്റെ മുകളിൽ കുതിര കയറുന്ന കുറേ ടീമുകളാണുള്ളത്. അത് നേരത്തെ പറഞ്ഞ ഈ സത്യവും മറ്റേ സത്യവും സത്യം മനസ്സിലാക്കാൻ പലരും ശ്രമിക്കുന്നില്ല. ബൈബിളിൽ സിമ്പിളായിട്ട് യേശുദേവൻ മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, അശുദ്ധാത്മാവ് തിരിച്ചു വരും. 12-ാം അധ്യായം പോയി വായിച്ചത്, അശുദ്ധാത്മാവ് തിരിച്ചു വരും. ഖുർആനും പ്രവാചകനും പഠിപ്പിച്ചിട്ടുണ്ട്, ആത്മാവിൻ്റെ ഗുണനിലവാരം അനുസരിച്ച് അത് ഗർഭപാത്രത്തെ തേടിയെടുക്കും, കണ്ടെത്തും. എന്തുകൊണ്ട് കുറേ പേര് ഭിക്ഷക്കാരായിട്ട് ജനിക്കുന്നു, കുറേ പേര് കൈയില്ലാതെയും കാലില്ലാതെയും ജനിക്കുന്നു? നമ്മളിതെല്ലാം സ്റ്റഡി ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നിനും പിന്നിൽ കർമ്മ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. കർമ്മ ഫിലോസഫി. ലൈഫ് ആഫ്റ്റർ ഡെത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നു. അവിടെ എനിക്കൊരു സ്ഥാനം ഉണ്ടാവും. ഖുറാനിൽ പറഞ്ഞ പോലെ അല്ലെങ്കിൽ വേദം പഠിച്ചിട്ടുണ്ടെന്ന്, ഇപ്പോൾ ഭഗവത്ഗീത വായിച്ചിട്ടുണ്ടാവും, രാമായണം മഹാഭാരതം തുടങ്ങിയ കാര്യങ്ങളെല്ലാം വായിച്ചിട്ടുണ്ടാവും, ബൈബിള് വായിച്ചിട്ടുണ്ടാവും, ഖുറാൻ വായിച്ചിട്ടുണ്ടാവും. ഈ ഗ്രന്ഥങ്ങളിലൊക്കെ കോമൺ ആയിട്ടുള്ളത് എന്താണ്? ഇതിൻ്റെ അകത്തുള്ള വ്യത്യാസങ്ങൾ എന്താണ്? വ്യത്യാസം ഇത്രയേ ഉള്ളൂ, വഴികൾ വ്യത്യാസമാണ്. ഏത് വഴികളിൽ പോയാലും ആത്യന്തികമായിട്ട് ലക്ഷ്യം ഒന്നാണ്. ഇപ്പോൾ കൊച്ചി കായലിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് പറവൂർ വഴിക്ക് പോവാം, ഇല്ലേ, വരാപ്പുഴ വഴിക്ക് പോവാം. അതല്ല മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി വഴിക്കും നമുക്ക് അവിടുത്തെ കടലിലേക്ക് ഷിപ്പ് യാർഡിൻ്റെ അവിടെ ചെന്ന് കയറാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. വഴി പലതാണ്. ചിലത് ഇത്തിരി കടികെട്ടിയായ വഴിയായിരിക്കും, ചിലത് കുറച്ച് സിമ്പിളായിട്ടുള്ള വഴിയായിരിക്കും, അത്രയേ ഉള്ളൂ. അത് പറയുന്നത് ഖുറാനും ഗീതയെന്ന് പറയുന്നത് പഠിച്ച് മനസ്സിലാക്കിയെടുക്കാൻ അല്പം ബുദ്ധിയും കഴിവും ചിന്താശക്തിയും വേണം. അതിനാരും മെനക്കെടാറില്ല, കുറച്ച് പേരെ മെനക്കെടും. എന്നാൽ ബൈബിൾ എന്ന് പറയുന്നത് യേശുവെ വളരെ സിമ്പിൾ വചനത്തിൽ ജനകീയമാക്കിയതുകൊണ്ട് സ്ട്രൈറ്റ് അവേ ആ പോയിന്റിലെത്തുന്നു. ആത്യന്തികമായി ലക്ഷ്യം ഒന്ന് തന്നെയാണ്, വേറെ ഒന്നുമില്ല. ഇത് പലരും അറിയാതെയാണ് തമ്മിൽ കിടന്ന് എന്തുണ്ടാക്കുക, അടിയും വഴക്കും ബഹളവും മത തീവ്രവാദവും കത്തിക്കലും ഒക്കെ ചെയ്യുക. ഇതിനെ ചില രാഷ്ട്രീയക്കാർ മുതലെടുക്കുകയും ചെയ്യും, നാട് നശിക്കുന്നു. ലൈഫ് ആഫ്റ്റർ ഡെത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നു. അവിടെ എനിക്കൊരു സ്ഥാനം ഉണ്ടാവും. നമുക്ക് അവിടെ കാണാൻ കേട്ടോ ചിലപ്പോൾ. ഈ ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ 2-3 കാര്യങ്ങളുണ്ട്. മരണത്തിന് ശേഷം നമുക്ക് ശരീരമില്ല, ഒരു എനർജി ഉണ്ടാവും, അത് മറ്റൊരു ശരീരത്തിൽ കയറും എന്നുള്ള നമ്മൾ കാലാകാലങ്ങളായി മാഗസിൻസിലൂടെയും അല്ലെങ്കിൽ സിനിമകളിലൂടെയും കണ്ടിട്ടുള്ള ആ ഒരു സംഭവം, അതിലാണോ വിശ്വസിക്കുന്നത്? മറ്റൊരു ശരീരത്തിൽ കയറൂല, ഈ ഒരു എനർജി നിൽക്കും, അതാണോ വിശ്വസിക്കുന്നത്? മറ്റൊരു ശരീരത്തിൽ കയറണമെങ്കിൽ ആ എനർജി എന്ന് പറയുന്നത് നെഗറ്റീവ് എനർജിയായി അല്ലെങ്കിൽ മാലിന്യമായി മാറണം. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു നറും പശുവും പാല്. ഈ പശുവും പാലിനോടൊപ്പം ചേരുന്നത് ഏതാണ്? കരിയോയിൽ ചേരുമോ? ഇല്ല. അപ്പോൾ ഈ പരബ്രഹ്മം എന്ന അള്ളാഹു എന്ന കർത്താവ് എന്ന പ്രപഞ്ച സൃഷ്ടാവ് എന്ന ഈ ക്രിയേറ്ററായ ഒരു ശക്തി, ഈ ഒരു ശക്തിക്ക് മാത്രം ഒരു ശക്തി, ആ ഒരു അത്ഭുതകരമായ ശക്തിയെ നേരിട്ട് ഇന്നത്തെ കാലത്ത് പലർക്കും കാണാൻ പറ്റാത്തതുകൊണ്ട് കാണാത്തതൊന്നും ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞാൽ, മൂക്കിലൂടെ വലിക്കുന്ന വായു കണ്ടിട്ടാണ് ആ സുമേഷ് വലിക്കുന്നത്. കണ്ടില്ല എന്നാൽ പിന്നെ ഞാൻ വലിക്കില്ല എന്ന് പറഞ്ഞ് നിനക്ക് വലിക്കാതിരുന്നാൽ പോരെ. അപ്പോൾ കാണാത്തതൊന്നും ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയുന്നവർ മണ്ടര് മാത്രമാണ്. അനുഭവിച്ചറിയാനുള്ള ഒരു തീവ്രയജ്ഞ ശ്രമം നടത്തണം. പക്ഷേ ഈ ബിസി ലൈഫിൽ പണം ഉണ്ടാക്കാനുള്ള ഓട്ടത്തിൽ അവർ തിരിച്ചറിയാനുള്ള ശ്രമം നടത്തുന്നില്ല. തിരിച്ചറിയാനുള്ള ശ്രമമാണ് വേണ്ടത്. ഈ വിടുന്ന ഊർജ്ജം, ഇപ്പം ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ശരീരം വിട്ട് ഇതിൽ നിന്നൊരു ഊർജ്ജം പുറത്ത് ഇറങ്ങുന്നത് വരെ യോഗികൾക്ക് ധ്യാനവും മെഡിറ്റേഷനും നടത്തുന്ന യോഗികൾക്ക് സുമേഷിൻ്റെ ശരീരത്തിൽ നിന്ന് മരണസമയത്ത് ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഊർജ്ജത്തിനെ കാണാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നതും തെളിയിച്ചുകൊണ്ടിരിക്കുന്നതും പലരും. ഇതൊക്കെ ഒരു ഇൻസ്ട്രുമെൻ്റ് എടുത്ത് വെച്ച് നോക്കിയാൽ പറ്റത്തില്ല. ഒരു ക്രില്ലിൻ ക്യാമറ എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫി ഉണ്ട്, റഷ്യൻ നിർമ്മിതമായ. അതിൽ ഫോട്ടോ എടുത്താൽ നമുക്ക് ചുറ്റുമുള്ള ഒരു ഓറ വലയം കാണാം. എന്താ നേരിട്ട് നോക്കിയാൽ കാണാത്തത്? നേരിട്ട് നോക്കിയാലും കഴിയും. ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ധ്യാനവും മെഡിറ്റേഷനിലും കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന സുമേഷിന് ചുറ്റുമുള്ളൊരു ഓറ വലയം കാണും. ആ ഒരു ഊർജ്ജം നമ്മുടെ ബോഡിയെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെ അളവ് കുറയുന്നതിനനുസരിച്ച് നമുക്ക് രോഗം പീഡങ്ങളും വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് കൂടുന്നതിനനുസരിച്ച് നമുക്കൊരു ഡിവൈനിറ്റി ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ സാധാ വ്യക്തികൾക്ക് ഇതൊന്നും മനസ്സിലാക്കാൻ താല്പര്യം ഉണ്ടാവില്ല. ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പം ഈ വിട്ടുപോകുന്ന ഊർജം, അൾട്ടിമേറ്റ് ഊർജം എന്ന് പറയുന്ന കോസ്മിക് എനർജി അല്ലെങ്കിൽ പ്രപഞ്ചശക്തി, അതുമായി ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഇത് രണ്ടും ഒരേ വേവ് ലെങ്ത് ആയിരിക്കണം, ഒരേ ക്വാളിറ്റി ഉള്ളതായിരിക്കണം. പക്ഷേ എൻ്റെ ഇവിടുത്തെ
നെഗറ്റീവ് പെരുമാറ്റങ്ങൾ കൊണ്ട് എൻ്റെ അകത്തെ നല്ല ഊർജ്ജത്തിനെ ഞാൻ തന്നെ നെഗറ്റീവ് ഊർജ്ജമാക്കി മാറ്റി വെച്ചാൽ, അതാണ് ഗീതയിൽ കൃഷ്ണൻ സിമ്പിളായിട്ട് പറഞ്ഞത്, നിൻ്റെ വിധിയുടെ നിയന്ത്രകൻ നീ തന്നെയാണ്. യു ആർ ദി ക്രിയേറ്റർ ഓഫ് യുവർ ഓൺ ഡെസ്റ്റിനി. അപ്പോൾ ഈ വിടുന്ന ഊർജ്ജം പക്ഷി മൃഗാദികളോ വൃക്ഷലതാദികളോ ആയി മാറാനുള്ള സാധ്യതയുമുണ്ട്. മുക്തി അല്ലെങ്കിൽ മോക്ഷം എന്ന് പറയുന്ന രീതിയിൽ അൾട്ടിമേറ്റ് എനർജിയുമായി ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് വ്യക്തിയുടെ കർമ്മങ്ങളുടെ കർമ്മഫലത്തിൻ്റെ അടിസ്ഥാനപ്പെട്ടിരിക്കും. അത് എന്തുകൊണ്ട് കുറേ പേര് ഭിക്ഷക്കാരായിട്ട് ജനിക്കുന്നു, കുറേ പേര് കൈയില്ലാതെയും കാലില്ലാതെയും ജനിക്കുന്നു. നമ്മളിതെല്ലാം സ്റ്റഡി ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നിനും പിന്നിൽ കർമ്മ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. കർമ്മ ഫിലോസഫി, കർമ്മഫലം. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ അല്ലെങ്കിൽ പൂർവ്വകർമ്മത്തിൽ നമ്മൾ എന്ത് ചെയ്തു കൂട്ടി, നമുക്കതിനെക്കുറിച്ച് അജ്ഞരായത് നമുക്കറിയാൻ പറ്റുന്നില്ല. അതാണ് ഗീതാ തത്വത്തിൽ കൃഷ്ണൻ അർജുനോട് പറഞ്ഞത്, അർജുന നിനക്കതറിയാൻ പറ്റില്ല, പക്ഷേ എനിക്കതറിയാം. ഇന്നും പല യോഗികൾക്കതറിയാം, നമ്മളവരെ കാണാനോ അറിയാനോ ശ്രമിക്കുന്നില്ല. നല്ല ജ്യോതിഷികൾ ജ്യോത്സ്യന്മാരുണ്ട്, എന്നാൽ തട്ടുവെളുപ്പൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടി യൂട്യൂബിൽ തട്ടിക്കൂട്ടുന്നവരുമുണ്ട്. ഈ തട്ടിക്കൂട്ടുകാർ കാരണം നമുക്ക് നല്ലതിനെ പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതാണ് അവസ്ഥ. അപ്പോൾ ഊർജ്ജം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത് പ്യൂരിഫൈഡ് ഊർജ്ജമാണെങ്കിൽ അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമെന്നുള്ളതിന് യാതൊരു പിന്നെ ഒരു ബർത്തില്ല, റീബർത്തില്ല. ബൈബിളിൽ സിമ്പിളായിട്ട് യേശുദേവൻ മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, അശുദ്ധാത്മാവ് തിരിച്ചു വരും. 12-ാം അധ്യായം പോയി വായിച്ചത്, അശുദ്ധാത്മാവ് തിരിച്ചു വരും. ഖുർആനും പ്രവാചകനും പഠിപ്പിച്ചിട്ടുണ്ട്, ആത്മാവിൻ്റെ ഗുണനിലവാരം അനുസരിച്ച് അത് ഗർഭപാത്രത്തെ തേടിയെടുക്കും, കണ്ടെത്തും. അല്ലെങ്കിൽ ഗർഭപാത്രത്തിൻ്റെ വ്യക്തിയുടെ ക്വാളിറ്റി അനുസരിച്ച് ആ ക്വാളിറ്റിയുടെ അനുസരിച്ചുള്ള ആ ഊർജം കുഞ്ഞിലേക്ക് പ്രവേശിക്കും. എന്തായാലും ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. അത് രണ്ട് ക്വാളിറ്റിയും പ്രധാനമാണ്. നമ്മുടെ ആന്തരികമായ ക്വാളിറ്റിയും അടുത്ത തലമുറ സൃഷ്ടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അകത്തേക്ക് കയറേണ്ട കുഞ്ഞിലേക്ക് വരേണ്ട ഊർജത്തിൻ്റെ ക്വാളിറ്റിയും നല്ലതായിരിക്കണമെങ്കിൽ നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ കർമ്മങ്ങൾ, എല്ലാ സാധനങ്ങളും ഏറ്റവും ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ വലിയ റിസ്ക് എടുക്കേണ്ടി വരില്ല. അല്ലെങ്കിൽ പാരൻസിന് പലപ്പോഴും മക്കളെ സൃഷ്ടിക്കാനേ കഴിയൂ. മക്കൾ വാഴത്തോട്ടത്തിലെ ആൾക്കാരായിട്ട് മാറും, തോന്നിയവാസികളായിട്ട് മാറും. ഇഷ്ടം പോലെ പാരൻസിനെ വെളിയിൽ കളഞ്ഞിട്ട് ഗുരുവായൂരമ്പലം നടയെ കൊണ്ട് തള്ളിക്കൊണ്ടും അവിടെ കൊണ്ട് തള്ളിയിട്ടും പോകുന്ന മക്കളായി മാറും. ഇത് നമ്മുടെ കൂടെ ഉള്ളവർ തന്നെയാണ്. ആ പാരൻസിന് വേണ്ടി ജീവിക്കുന്നവരായിട്ടുള്ള മക്കളും അതിനകത്ത് തന്നെ ഉണ്ടാവും. സോ അതൊക്കെ കുടുംബത്തിൽ കിട്ടണം. ആദ്യ പാഠങ്ങൾ കുടുംബത്തിൽ കിട്ടാതെ നമ്മൾ പെൺകുട്ടികൾ ജനിച്ച് വളർന്ന് കയറി ഇപ്പം ഈ സീസൺ തന്നെ ചില പാരൻസ് കയറി വന്നപ്പോൾ പറഞ്ഞ എന്താ, ഒരു മകളെക്കുറിച്ച് പറഞ്ഞ് അവൾക്ക് ചെറുതിലാണ് നിക്കർ നമ്മൾ വാങ്ങിച്ചു കൊടുത്ത് നിക്കറിട്ട് ശീലിപ്പിച്ചാണ് വളർത്തിയത്. കുറേ കഴിഞ്ഞ് വലുതാവാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവൾക്ക് പിന്നെ പാവാടയും ചുരിദാറും വാങ്ങിച്ചു കൊടുത്താലും അവൾക്ക് വേണ്ട നിക്കർ മതി. മനസ്സിലായോ? അപ്പോൾ ജനിച്ച കൊച്ച് നിക്കർ വേണമെന്ന് പറഞ്ഞില്ല. അവരെ ഷോർട്ട്സ് ഇട്ട് വളർത്തി കൊണ്ടുവന്ന ആര് തന്നെയാണ്? പാരൻസ് തന്നെയാണ്. അങ്ങനെ ഒരു പെൺകുട്ടിക്ക് ഷോർട്ട്സ് ഇട്ട് വളർത്തി അല്ലെങ്കിൽ നിക്കറിട്ട് വളർത്തി കയറി വന്നുകൊണ്ടാണ് ആ പെൺകുട്ടിക്ക് മറ്റൊരു പെൺകുട്ടിയുടെ ക്രഷ് ഉണ്ടായത്. കണ്ടില്ലേ സീസൺ? ഇപ്പോഴത്തെ ബിഗ് ബോസ് സീസണിനകത്ത് കണ്ടില്ലേ? അതിനകത്ത് നടന്ന സംഭവമാണ്. ഒരു പെൺകുട്ടിക്ക് മറ്റൊരു പെൺകുട്ടിയോട് ക്രഷ് ഉണ്ടായി. പക്ഷെ അതൊരു റോങ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഒരു നിക്കറിട്ടു എന്ന് വിചാരിച്ചോ? ഇപ്പൊ നമ്മുടെ പഴയ ഒരു പെൺകുട്ടിക്ക് മറ്റൊരു പെൺകുട്ടിയുടെ ക്രഷ് ഉണ്ടായിക്കൂടാതില്ല. പിന്നെ അതൊക്കെ ഒരു ഹോർമോൺ പ്രശ്നങ്ങളാണ്, സയൻസ് പറയുന്നത്. അത് നിക്കറിട്ടുകൊണ്ടാണ് പറയുന്നത്. ചാന്ത് പൊട്ടെന്ന് പറഞ്ഞ സിനിമ കണ്ടോ? ദിലീപ് എന്ത് വേഷം ധരിച്ചിരുന്നത്? പറയട്ടെ അത്. അപ്പം അതിന് സയൻറ്റിഫിക്കായിട്ട് നമ്മൾ നോക്കൂ. നമ്മൾ ധരിക്കുന്ന വേഷങ്ങളും നമ്മളുടെ ചിന്തകളും നമ്മൾ ജനിച്ചിരിക്കുന്ന വ്യക്തിയുടെ അല്ലാതെ ഓപ്പോസിറ്റിൻ്റേതായി വരികയാണെങ്കിൽ നമ്മുടെ ബോഡിയിലെ ഹോർമോണിൻ്റെ ഒറിജിനലിൻ്റെ അളവ് കുറയുമോ കൂടുമോ എന്നുള്ളത് പോയി ഒന്ന് പഠിച്ചു നോക്ക്. അപ്പം നമ്മുടെ ശരീരത്തിൽ 2 ഹോർമോണും ഉണ്ട്. ഞാനെന്ന് പറയുന്ന പുരുഷൻ, ഈ പുരുഷനിൽ സ്ത്രീയുടെ ഹോർമോണും ഉണ്ട്. അത് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ എന്നിലെ സ്ത്രൈണതയാണ് ഞാൻ ഡെവലപ്പ് ചെയ്യാൻ കൂടുതലാക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊരു സ്ത്രീയാണ്, എന്നിൽ പുരുഷത്വമാണ് ഞാൻ കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ എൻ്റെ ഒറിജിനലായി കിട്ടിയ ഹോർമോണിൻ്റെ അളവ് കുറയില്ലേ? കുറയില്ല. എനിക്കത് അറിയാന്നുള്ളതുകൊണ്ടാണോ കഴിഞ്ഞ എത്രയോ വർഷം കൊണ്ട് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഡ്രസ്സിംഗ് സ്റ്റൈൽ മാറിയതുകൊണ്ട് നമ്മുടെ ഉള്ളിലെ ഡ്രസ്സിംഗ് സ്റ്റൈല് താൽക്കാലികമായി ഒരു ദിവസത്തേക്ക് മാറുന്നതുകൊണ്ടല്ല, ഇത് സ്ഥിരമായി മാറുകയും സ്ഥിരമായി ചെയ്യുമ്പോൾ കാലം തെളിയിക്കുന്ന ഒരു സത്യമാണ് അടുത്തത് എന്ത് ലെവലിലായിരിക്കും അടുത്ത ജനറേഷനിലുള്ള ഫോർമേഷൻ വരുന്നത് എന്നുള്ള സാധനങ്ങൾ. ഓക്കെ, പക്ഷേ ഇതിൻ്റെ 2 കാര്യങ്ങൾ ചോദിക്കാനുള്ളത്. ഒന്ന്, ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് മറ്റൊരു പെൺകുട്ടിയുടെ ക്രഷ് തോന്നി, അപ്പം അതൊരു സ്വാഭാവികമായിട്ടൊരു കാര്യമാണ്. ആൺകുട്ടിക്ക് ആൺകുട്ടിയുടെ ക്രഷ് തോന്നിക്കൂടെ? നോർമലി ഉണ്ടാവേണ്ടത് എങ്ങനെയാണ്? ഓപ്പോസിറ്റ് ആണ് നോർമൽ. ഒരാണിന് ഒരു പെണ്ണിന്. പക്ഷെ നാളെ ഒരു ദിവസം ഒരു പൂവൻകോഴി മറ്റൊരു പൂവൻകോഴിയെ ഓടിച്ചിട്ട് കൊത്തി മേറ്റ് ചെയ്താൽ തെറ്റ് പറയാൻ പറ്റില്ല എന്ന് സുമേഷ് പറയുന്നതിനോട് എനിക്ക് കൈയടിച്ച് സപ്പോർട്ട് ചെയ്ത് തരാൻ പറ്റൂ. കാലം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്.
ഒരു പിടക്കോഴി ഓടിച്ചിട്ട് മറ്റൊരു പിടക്കോഴിയെ പിടിക്കുകയാണെങ്കിൽ എനിക്ക് എന്താ പറയാൻ പറ്റുക? കാലത്തിൻ്റെ രീതിയിലുള്ള പോക്ക്, അതിന് നമുക്ക് കൈയടിച്ച് സപ്പോർട്ട് ചെയ്യാനേ പറ്റൂ. അപ്പോൾ ചില തെറ്റുകൾ അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് ചൂണ്ടിക്കാണിച്ചാൽ ചൂണ്ടിക്കാണിക്കുന്നവൻ്റെ മുകളിൽ കുതിര കയറുന്ന കുറേ ടീമുകളാണുള്ളത്. അത് നേരത്തെ പറഞ്ഞ ഈ സത്യവും മറ്റേ സത്യവും സത്യം മനസ്സിലാക്കാൻ പലരും ശ്രമിക്കുന്നില്ല. LGBT അതൊക്കെ നമുക്ക് മാറ്റി നിർത്താം. ഇല്ല, ഒരിക്കലുമല്ല. അതൊന്നും തെറ്റല്ല. അതെല്ലാം ക്രോമസോമുകളിൽ വരുന്ന മാറ്റങ്ങൾ അവരൊക്കെ അംഗീകരിക്കേണ്ട സംഗതികളാണ്. അത്രയേ ഉള്ളൂ. ഞാനതിനെ ഒരിക്കലും എതിർത്ത് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ബയോളജി പഠിപ്പിക്കുകയും ജെനറ്റിക്സ് പഠിപ്പിക്കുകയും ചെയ്തതുകൊണ്ട് ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ നോർമൽ മനുഷ്യൻ എന്നുള്ള വാക്ക്, ഇപ്പം നോർമൽ പറഞ്ഞാൽ കുറേ പേര് ബഹളമായിട്ട് വരും. ജെനറ്റിക്സിൻ്റെ പുസ്തകം എടുത്തിട്ട് സുമേഷിൻ്റെ കോശത്തിൽ എത്ര സെല്ലുണ്ടെന്ന് നോക്കുക, എത്ര ക്രോമസോം ഉണ്ടെന്ന് പരിശോധിക്കുക. അപ്പം നോർമൽ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ബോഡിയിൽ 46 ക്രോമസോമാണ് ഒരു കോശത്തിലെന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? ഇതിൽ ക്രോമസോമിൽ വേരിയേഷൻസ് ഉണ്ടാവും. 45 വരും, 47 വരും. 45 വന്നാൽ ടേണർ സിൻഡ്രോം എന്ന് പറയും, 47 വന്നു കഴിഞ്ഞാൽ ക്ലീൻഫെൽറ്റർ സിൻഡ്രോം എന്ന് പറയും. ഇതൊക്കെ സയൻറ്റിസ്റ്റുമാർ കണ്ടെത്തിയതാണ്. ഇവരും മനുഷ്യഗണത്തിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ എന്താണ് ക്ലീൻഫെൽറ്റർ സിൻഡ്രോം, എന്താണ് ടേണർ സിൻഡ്രോം, എന്താണ് ഡൗൺ സിൻഡ്രോം, എന്താണ് യൂപ്ലോയിഡി, എന്താണ് അന്യൂപ്ലോയിഡി, ഇതൊക്കെ ജെനറ്റിക്സിലേക്ക് കയറി പഠിച്ചവർക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ പഠിച്ചവർ പോലും ഒന്നും തുറന്നു പറയുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് ഈ സെപ്പറേഷൻ വരുന്നു? ചില ഫാക്ടേഴ്സുകൾ കൊണ്ടാണ് ഈ സെപ്പറേഷൻ ഈക്വലായി പോവാത്തത്. ഈ ജനറ്റിക് ഫോർമേഷനെ കുറിച്ചും ഇത്രയും ആധികാരികമായിട്ട് പഠിച്ച് ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകൻ എങ്ങനെയാണ് ഇങ്ങനെ പറയുന്നത്? അത് മുജ്ജന്മത്തിൽ ചെയ്തതിൻ്റെ ഫലമാണ് അംഗവൈകല്യങ്ങളോട് കൂടിയും അങ്ങനത്തെ കുട്ടികൾ ജനിക്കുന്നത്, അല്ലെങ്കിൽ ഭിക്ഷക്കാരായിട്ട് ആളുകൾ മാറുന്നതൊക്കെ നമ്മുടെ സമൂഹത്തിൽ തമ്മിൽ എങ്ങനെയാണ് ഇത് സിങ്ക് ആവുന്നത്? അത് നമുക്കൊരു വാക്കുകൂടെ പഠിച്ച ഒരു വ്യക്തി അതാണ് പറഞ്ഞത്. നമ്മൾ പഠിച്ചത് എന്താണ് പഠിച്ചത്? അക്കാഡമിക് കുറേ നോളജ് മാത്രമാണ് പഠിച്ചത്. അതിനും അപ്പുറത്ത് സ്പിരിച്വൽ നോളജ് എന്ന് പറഞ്ഞ നോളജുണ്ട്. ഈ സ്പിരിച്വൽ നോളജ് ഞാൻ പഠിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ പലതും നഷ്ടപ്പെട്ടതിന് ശേഷമാണ്. മനസ്സിലായോ? ഇന്ന് പലരും പഠിക്കുന്നത് കുറേ അക്കാഡമിക് നോളജാണ്. BSc, BA, BCom, MA, MSc, MCom അല്ലെങ്കിൽ LLB, അത് ഇത്, പിന്നെ IAS, IPS ഉള്ള ഡിഗ്രി അല്ലാതെ അതിന് പൊസിഷനും ഒക്കെ എടുത്തിങ്ങനെ. പക്ഷേ സ്പിരിച്വൽ നോളജ് എന്ന് പറയുന്ന മറ്റൊരു നോളജുണ്ട്. ആസ്ട്രോളജി. ഇപ്പോൾ IAS നന്ദകുമാർ IAS എന്ന് പറഞ്ഞ സാറ് ന്യൂമറോളജിയിൽ ജ്യോതിഷം നടത്തുന്നുണ്ട്. ന്യൂമറോളജി എന്ത് കറക്റ്റായിട്ടാണ് അദ്ദേഹം കണക്കൂട്ടി കാര്യങ്ങൾ പറയുന്നതെന്ന് അറിയോ? IAS കിട്ടിയ മനുഷ്യനല്ലേ, എന്തിനാണ് അത് പറയുന്നതെന്ന് ചോദിക്കണ്ടേ? ഇപ്പം നമുക്കറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ കണ്ടെത്തുക എന്ന ശ്രീനാരായണ ഗുരുദേവൻ, കേരളാവുതിയല്ലേ ഗുരുദേവൻ കുട്ടിയമ്മ എന്ന് പറഞ്ഞാൽ ആ അമ്മയെ കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ സോറി അദ്ദേഹത്തിൻ്റെ ഭാര്യ വൈഫ് ഉണ്ടായി. കുറേ കഴിഞ്ഞപ്പോൾ സത്യം മനസ്സിലാക്കിയ സമയത്ത് എന്ത് ചെയ്തു? അദ്ദേഹം അവരെ സ്വതന്ത്രമാക്കി. നിങ്ങളുടെ വഴി പോകും, എനിക്ക് ഈ ലൈഫല്ല എനിക്ക് പറഞ്ഞിരിക്കുന്നതെന്ന് അദ്ദേഹം സത്യം തിരിച്ചറിഞ്ഞു. ഇനി സത്യം തിരിച്ചറിഞ്ഞവർ എല്ലാം അതുപോലെ പോകണം എന്നില്ല. കുടുംബത്തിലിരുന്നും നല്ലപോലെ ജീവിക്കാം, അല്ലെങ്കിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ തിരിച്ചറിയാം. പക്ഷെ കൂടെയുള്ള ആളിന് ഇത് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകുന്നില്ല എന്ന് ഉണ്ടോ? നമ്മുടെ വീട്ടിൽ ഞാൻ കണ്ടെത്തിയ സത്യം എൻ്റെ ഭാര്യയോടോ എൻ്റെ മക്കളോടോ എൻ്റെ ഭർത്താവിനോടോ എൻ്റെ സഹോദരങ്ങളോടോ പാരൻസിനോടോ പറഞ്ഞു കൊടുത്താൽ പോലും അവർ മനസ്സിലാക്കണമെന്നില്ല. ഈ സത്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ച് പേർക്ക് മാത്രമേ പറ്റൂ, അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്കേ പറ്റൂ. അതിനൊരു സത്യം അന്വേഷിയാവണം. അത് മഹാത്മാഗാന്ധി ആയിട്ടുണ്ട്. നമ്മുടെ രാഷ്ട്രപിതാവ് ആ സത്യം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം അവസാനം എങ്ങനെ നടന്നത്? ഒരു ചെറിയ തോർത്ത്, അല്ലെങ്കിൽ ചെറിയ മുണ്ട്, അല്ലെങ്കിൽ ചെറിയ തുണി മിനിമം മാത്രമാണ് അദ്ദേഹം കൊടുത്തത്. കാരണം അദ്ദേഹത്തിന് സത്യാവസ്ഥ മനസ്സിലായി. അതിന് മുമ്പ് അദ്ദേഹം പഠിച്ചപ്പോൾ എങ്ങനെയായിരുന്നു? അദ്ദേഹം ബാരിസ്റ്റർ അല്ലെങ്കിൽ കോട്ടും സൂട്ടും ഒക്കെ ഇട്ടാണ് ആ സ്റ്റൈലിൽ പഠിച്ചു. ഞാനും പഠിച്ചപ്പോൾ കുറേ പഠിച്ചു. പക്ഷെ പഠിക്കേണ്ട അറിവ്, അതുകൊണ്ടാണ് ഗുരുദേവൻ പറഞ്ഞത് അറിവിനപ്പുറത്ത് ഒരറിവുണ്ട് എന്ന്. അതാണ്, അറിവിനും അപ്പുറത്തൊരു അറിവുണ്ട്. ഇത് ബുക്കിഷ് നോളജായ അക്കാഡമിക് നോളജ് കാണാപ്പാടം പഠിച്ച് ജോലി കിട്ടി പണം വാങ്ങിക്കാനുള്ള സാധനം. അറിവിനും അപ്പുറത്തൊരു അറിവുണ്ട്. ആ അറിവ് കിട്ടുമ്പോൾ എല്ലാം കിട്ടും. ഞാനെന്തൊരു സ്ഥിതപ്രജ്ഞനായിക്കൊണ്ടിരിക്കാൻ ശ്രമിക്കുന്ന ആളാണ്. എനിക്ക് ചാൻസുകൾ കിട്ടിയാലും സന്തോഷം, കിട്ടിയില്ലെങ്കിലും സന്തോഷം. സ്ഥിതപ്രജ്ഞൻ ഭഗവത്ഗീതയിലൊരു വാക്കാണ്. സ്ഥിതപ്രജ്ഞൻ എന്ന് പറഞ്ഞാൽ മനസ്സിനെ സ്റ്റേബിളായിട്ട് നിർത്തുക. നീ കാറ് എൻ്റെ മുഖത്ത് തുപ്പിയാലും സന്തോഷം, എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചാലും സന്തോഷം, എന്നെ തെറി പറഞ്ഞാലും സന്തോഷം. അതല്ലേ ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ അടിയിൽ യൂട്യൂബിൽ താഴെ വന്നിരുന്ന് കുറേ എണ്ണം തെറി പറഞ്ഞാലും എനിക്ക് സന്തോഷം, സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാലും സന്തോഷം, ഇല്ലെങ്കിലും സന്തോഷം, ഉണ്ടെങ്കിലും സന്തോഷം. ഈ ഒരു സ്റ്റേബിൾ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നതിന് നമ്മൾ കണ്ടെത്തുമ്പോൾ ബാക്കിയെല്ലാം ഈ PR വർക്കുകളും ഈ ഘോഷയാത്രകളും അല്പന്മാരുടെ ഐശ്വര്യങ്ങളും ഈ അർദ്ധരാത്രി കുടപിടിക്കുന്നവന്മാരെയൊക്കെ കാണുമ്പോൾ ചിരി മാത്രമേ വരത്തുള്ളൂ. ഈ താങ്കൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നത് സയൻസും സത്യമാണ്, ഈ പറയുന്നത് പോലെ അതിന് മുകളിലുള്ള ആ ഒരു പ്രപഞ്ച സത്യമെന്ന് സോക്കോൾ നമ്മൾ വിളിക്കുന്ന ആ ഒരു കാര്യങ്ങളും സത്യമാണ്. ഇപ്പം പഠിച്ചു കിട്ടിയ അറിവ് സയൻസ് ബയോളജി, അതും താങ്കൾ കണ്ടെത്തി എന്ന് പറയുന്ന ഇത് രണ്ടും
ഇത് രണ്ടും തമ്മിൽ രണ്ട് എൻഡിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. താങ്കൾ ഇത് രണ്ടിനെ ശരിവെക്കുകയാണ്. ഇപ്പൊ ഈ രണ്ടും ഇത് രണ്ടും കൂട്ടിച്ചേർക്കുമ്പോൾ സത്യം മനസ്സിലാവും. ഞാൻ നേരത്തെ പറഞ്ഞ സംഗതി കണ്ണില്ലാതെ കൈയില്ലാതെ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം അത് ക്രോമസോമൽ ഡാമേജാണ്. മനസ്സിലായോ? ക്രോമസോമൽ ഡാമേജിൻ്റെ ഫലമായിട്ടാണ് ബോഡിയുടെ ആ ശരീരഭാഗങ്ങൾ പലപ്പോഴും ജന്മം കൊണ്ട് ജനിക്കുമ്പോൾ പലപ്പോഴും ഇല്ലാതെ പോകുന്ന ഒരു സാധനം. എന്ന് വെച്ചാൽ നിങ്ങൾ ഓട്ടിസം എന്ന് കേട്ടിട്ടില്ലേ? ഓട്ടിസം, ജനിതക വൈകല്യങ്ങൾ എന്ന് പറഞ്ഞു കേട്ടില്ലേ? ഇതിപ്പോൾ കൂടി വരുന്നു. മനസ്സിലായോ? അങ്ങനെ ജനിതക വൈകല്യങ്ങൾ ഉണ്ടായിട്ട് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ആത്മാവിൻ്റെ ഊർജം കൊണ്ടുണ്ടാകുന്ന സംഗതിയല്ല. അത് ഈ പറയുന്ന ബീജം, അണ്ടം, സ്പേമുകൾ, ഓവം, ആ ക്രോമസോമൽ വൈകല്യങ്ങൾ, ക്രോമസോമൽ അബ്നോർമാലിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ ക്രോമസോമൽ അബറേഷൻസ് എന്നൊക്കെ പറയും. ഇൻവേർഷൻ, ട്രാൻസിഷൻ, അല്ലെങ്കിൽ കുറേ സാധനങ്ങളുണ്ട്. എന്തായാലും ആ അബ്നോർമാലിറ്റികളുടെ ഫലമായിട്ട് നമ്മുടെ ശരീരത്തിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ജനിക്കുന്ന കുഞ്ഞിന് ഒരു കൈയില്ല എന്ന് പറയുന്നെങ്കിൽ അത് കയ്യെ വളർത്തേണ്ട ആവശ്യകതയുള്ള ആ DNA ജീനുകളുടെയോ ഇനാക്റ്റീവായിട്ടുള്ള അവസ്ഥ. ആ ജീനുകളും DNA കറക്റ്റായിട്ട് അവിടെ ഉണ്ടെങ്കിൽ ഈ ഭാഗം എന്ത് ചെയ്തേ പറ്റൂ? ഉണ്ടായേ പറ്റൂ. അങ്ങനെയുള്ള ആ ഒരു ശരീരം വന്നിട്ട് ഇനിയാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്. ആ ശരീരത്തിലേക്ക് ഒരു ഊർജം കയറുന്നുണ്ട്. മനസ്സിലായോ? ഈ ഊർജം എന്ന് പറയുന്നത് നേരത്തെ ഏതോ ഒരാളിൽ നിന്ന് പുറത്തുപോയ ഊർജമാണ്. അയാൾ ഈ ശരീരത്തിൽ ആ ഊർജത്തിന് വഹിക്കേണ്ടി വരും. അല്ല, താങ്കൾ കുറച്ചു നേരം മുന്നേ പറഞ്ഞു അതാണ് ഈ ഊർജമാണ്, അല്ലാതെ പുണ്യ. അത് നേരത്തെ പറഞ്ഞില്ലേ, കഴിഞ്ഞ ജന്മത്തിന്റെ പാപഫലമാണോ ഈ അനുഭവിക്കുന്നത്? അതല്ലേ ഈ ബോഡിയിൽ നിന്ന് ഒരാൾ മരിക്കുമ്പോൾ പോകുന്ന ഒരു ഊർജം മറ്റൊരു പുനർജന്മം എന്ന് വെച്ചാൽ പുനർജന്മം ഇല്ലെന്നാണ്. ഉണ്ട്. അത് ഏറ്റവും പ്യൂരിഫൈഡ് ആണെങ്കിൽ അൾട്ടിമേറ്റ് ആകും അല്ലേ? ഏറ്റവും പ്യൂരിഫൈഡ് ആണെങ്കിൽ, ശുദ്ധീകരിച്ചെടുക്കുകയാണെങ്കിൽ, ആ ഊർജത്തിനെ നമ്മുടെ കർമ്മങ്ങളും ചിന്തകളും ഉപയോഗിച്ച് അത് പ്യൂരിഫൈ ചെയ്തെടുത്ത് പുറത്തു പോവുകയാണെങ്കിൽ പിന്നെ ഒരു റീബർത്ത് ഇല്ല. എന്നാൽ അതിനെ മാലിന്യമാക്കി ഇമ്പ്യൂറാക്കിയാണ് നമ്മൾ പുറത്തേക്ക് വിടുന്നതെങ്കിൽ അത് പണി ചെയ്ത് വൃത്തിയാക്കാതെ തിരിച്ചു പോകാൻ പറ്റത്തില്ല. പോയി പണി ചെയ്തിട്ട് പോകാന്നല്ലേ പറയത്തുള്ളൂ. തന്നല്ലോ. അപ്പം അത് തിരിച്ചു വരുമ്പോൾ അതിന് കയറാനൊരു ബോഡി ഉണ്ടാവും. ആ ഊർജം പൂർവ്വകർമ്മങ്ങളിൽ ചെയ്തു കൂട്ടിയതിൻ്റെ ഫലങ്ങളെന്ന് പറയുന്ന ആ സാധനം അനുഭവിക്കേണ്ടി വരുന്നത് ഏതിലായിരിക്കും? ഇങ്ങനെയുള്ള ബോഡികളിലേക്കായിരിക്കാം. മേ ബി. ഇപ്പം കറക്റ്റ് വേണ്ടേ? ഇതാണ്. അപ്പം സ്പിരിച്വൽ സയൻസും ബയോളജിക്കൽ സയൻസും ചേർത്ത് പഠിക്കാൻ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ സത്യം മനസ്സിലായത്. ഇത് രണ്ടും കൂടെ പഠിക്കാത്ത ഒരാളിന് ഇത് മനസ്സിലാവില്ല. ആദ്യം ഞാൻ ബയോളജിക്കൽ ലൈഫ് സയൻസ് എന്ന് പറയുന്ന ബയോളജി സയൻസാണ് ഏകദേശം 30 വർഷം അല്ലെങ്കിൽ 25-26 വർഷം പഠിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ 17 വർഷക്കാലം സ്പിരിച്വൽ സയൻസ് പഠിച്ചപ്പോഴാണ് എനിക്ക് ഈ സാധനം തെളിഞ്ഞു കിട്ടിയത്. ആളോണെ സഡൻ ഗർഭത്തെ അമ്മയുടെ വയറ്റിൽ നിന്ന് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വരണമെങ്കിൽ ഡിവൈൻ ഗർഭങ്ങളുണ്ടായി ഡിവൈൻ സന്തതികൾ പുറത്തു വരണം. ശങ്കരാചാര്യ സ്വാമി വിവേകാനന്ദനെ പോലെ 32ാമത്തെ വയസ്സിൽ യേശുദേവനെയും പ്രവാചകന്മാരെ പോലെ 16 സർവജ്ഞപീഠം കയറാനും 32 തിരിച്ചു പോകാനും ഒക്കെയുള്ള ഡിവൈൻ സന്തതികൾ വരണം. അപ്പം നമ്മൾ പരിശ്രമിച്ചാൽ ഇത് രണ്ടും കൂടെ കിട്ടും. എൻ്റെ ലൈഫിൽ ഇന്ന് വരെ ഈ ഒരു ചോദ്യം സുമേഷ് അല്ലാതെ വേറെ ഒരു മനുഷ്യനും ഒരു ചാനൽ ഇൻ്റർവ്യൂകളിലും ചോദിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. പക്ഷേ ഇപ്പം നിനക്ക് സാധനം ക്ലിയറായി കിട്ടിയല്ലോ. ഇത് രണ്ടും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ പൂർണ്ണമായ സത്യം കിട്ടും. ഈ ശരീരത്തിൻ്റെ സൃഷ്ടാവ് പാരൻസ്, ഇതിനകത്തിരിക്കുന്ന ഊർജത്തിൻ്റെ സൃഷ്ടാവ് പാരൻസ് അല്ല, അത് പുറത്തുനിന്ന് വരുന്ന സാധനം. അതിൻ്റെ ഗുണഗണങ്ങൾ അനുസരിച്ചായിരിക്കും ശരീരങ്ങൾ പ്രത്യേകം തിരഞ്ഞെടുക്കുന്നതെന്ന് പ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനി, സ്കൂളിൽ പോലും പോകാത്ത പ്രവാചകൻ, കൃത്യമായി അത് 1500 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞുവെങ്കിൽ സത്യം നമ്മൾ ഇന്നും മനസ്സിലാക്കാൻ പലരും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് വേദന. ഇതൊന്നും തല്ലിപ്പഴിപ്പിക്കാൻ പറ്റത്തില്ല. എന്താണ് ദൈവം? അത് അനുഭവത്തിലൂടെ കണ്ടെത്താൻ പറ്റുന്നൊരു സാധനമാണ്. ഒരു ഉണ്ണിയപ്പം എടുത്തിട്ടോ ലഡുവോ ജിലേബി എടുത്തിട്ട് ഇതാണ് ദൈവം എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പറയാം, ഇപ്പം തന്നെ പറയാം. ദൈവം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ അന്വേഷിച്ച് നടന്ന് കണ്ടെത്തിയത് ഒരാൾ ചെയ്യുന്ന ഓവറാൾ പുണ്യപ്രവൃത്തിയുടെ ടോട്ടൽ ഇഫക്റ്റിനെ പറയുന്ന പേരാണ് ദൈവീകത, ദൈവം എന്ന് പറഞ്ഞാൽ സുമേഷ് ചെയ്യുന്ന നന്മ പ്രവർത്തികൾ കൊണ്ട് സുമേഷ് പോലും അറിയാതെ സുമേഷിൻ്റെ ബോഡിയിലേക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള ഡിവൈനിറ്റി ഉണ്ടായിരിക്കും. ആ സമയം
ഒരുവൻ കല്ലെടുത്ത് സുമേഷിൻ്റെ തലയിൽ എറിഞ്ഞാൽ പോലും അത് ഈ കണ്ണിക്കൊള്ളാനുള്ളത് പുരികത്തുകൊണ്ട് തട്ടിപ്പോയി എന്ന് പറയുന്ന രീതിയിൽ ആ ദോഷം ആ വഴിക്ക് അങ്ങ് പോയി എന്ന് വരും. പക്ഷേ ഈ ദൈവികത എന്ന് പറയുന്ന ദൈവസാന്നിധ്യം അതിൻ്റെ അളവ് സുമേഷിൽ കുറവാണെങ്കിൽ അത് വന്ന് മൂക്കാമണ്ടയിൽ നോക്കി കറക്റ്റായിട്ട് കിട്ടുകയും പിന്നെ നമ്മൾ ആശുപത്രി കയറി ഇറങ്ങി കുറേ സാധനം നടക്കേണ്ടി വരും. സോ അഹം ബ്രഹ്മാസ്മി, ഞാൻ തന്നെയാണ് ദൈവം എന്ന് തത്വമസി എഴുതി വെച്ചിട്ടില്ലേ ശബരിമലയുടെ മുകളിൽ, അല്ലേ? കാരണം ദൈവം എന്ന് പറയുന്ന ഈ പ്രപഞ്ച സൃഷ്ടാവ് അദ്ദേഹത്തിൻ്റെ ഒരുവിധമുള്ള കഴിവുകളെല്ലാം കൊടുത്തുകൊണ്ടാണ് ആദ്യമായി മനുഷ്യനെ സൃഷ്ടിച്ചത്. ഈ മക്കളെ മനുഷ്യനെ സൃഷ്ടിച്ചത് ആ മനുഷ്യൻ തന്നെയല്ലേ പ്ലെയിനും റോക്കറ്റും സാറ്റലൈറ്റും എല്ലാം സൃഷ്ടിച്ചത്. ചൊവ്വയിൽ പോയത് ദൈവമല്ലല്ലോ, എന്നാൽ ചൊവ്വയിൽ പോയത് ദൈവം തന്നെയാണ്. ഏത് ദൈവം? നമ്മളെപ്പോലെയുള്ള ദൈവങ്ങൾ. അത് ആ കഴിവുകൾ അവർ ഉപയോഗിച്ചു. എന്നാൽ അതേപോലെ നശിപ്പിക്കുന്ന ആൾക്കാർ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. അപ്പോൾ ഇതൊരു വലിയ ബ്രോഡ് സയൻസിന് വലിയൊരു ഏരിയയാണ്. ഇതിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് സ്പിരിച്വാലിറ്റിയിലൂടെ കുറച്ച് പഠിച്ചു പോവുകയാണെങ്കിൽ നമ്മളൊന്ന് ധ്യാനത്തിലും മെഡിറ്റേഷനിലും ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തന്നെ നന്നായി ഫീൽ ചെയ്യും നമ്മുടെ ഉള്ളിൽ മറ്റൊരു ഞാനുണ്ട് എന്ന തിരിച്ചറിവുണ്ടാകും.